അമ്മൂമ്മയുടെ കുഞ്ഞു മക്കളെല്ലാം ഓടി വന്നേ. ഞാനിന്ന് ഒരു ആമക്കുട്ടൻ്റെയും മുയലിൻ്റെയും കഥ പറഞ്ഞു തരട്ടെ. എല്ലാവരും കണ്ണടച്ച് ഉറങ്ങാൻ റെഡി ആയിക്കൊള്ളൂ. നമ്മുടെ മിന്നു ആമക്കുട്ടനും ചക്കി മുയലും വലിയ കൂട്ടുകാരായിരുന്നു. പണ്ട് ആമയും മുയലും ഓട്ട മത്സരം നടത്തിയ കഥ വാവകൾക്കറിയാമോ? എന്താവെന്ന് പറഞ്ഞേ അമ്മമ്മ കേൾക്കട്ടെ. രണ്ടുപേരും ഓട്ട മത്സരം നടത്തിയപ്പോൾ ആമ ഇഴഞ്ഞല്ലേ നീങ്ങുകയുള്ളൂ. മുയലമ്മാവൻ പറന്നോടും നിങ്ങളെപ്പോലെ. കുറച്ച് ദൂരം ഓടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടി മരച്ചുവട്ടിലിരുന്നു. എന്താ വിചാരിച്ചത്? അവനിപ്പോഴെങ്ങും ഇങ്ങ് എത്തില്ലല്ലോ. അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തിരി വിശ്രമിച്ചിട്ട് ഫിനിഷിംഗ് പോയിൻറ്റിലെത്താം എന്നുള്ള ചിന്തയിൽ അങ്ങ് ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ മുയലമ്മാവൻ ഉറങ്ങിപ്പോയി. ഈ സമയം നമ്മുടെ ആമച്ചേട്ടൻ ഇഴഞ്ഞു വന്നു. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന മുയലിനെ കണ്ടപ്പോൾ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അങ്ങനെ ഉണർത്താതെ പയ്യെ ഓടി ഓട്ട മത്സരത്തിൽ ആരെത്തി? ഫിനിഷിംഗ് പോയിൽ നമ്മുടെ ആമച്ചേട്ടനെത്തി. നമ്മുടെ മുയലമ്മാവൻ കണ്ണു തുറന്നിട്ട് അയ്യോ എന്തായാലും ആമ എത്തിക്കാണില്ല എന്ന് വിചാരിച്ചിട്ട് പറന്നിവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ആമയെ ബാക്കിയുള്ള മൃഗങ്ങളെല്ലാവരും കൂടെ തോളിലേറ്റി ഹായ് ആമച്ചേട്ടൻ ജയിക്കട്ടെ, ആമച്ചേട്ടൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതാണ് കണ്ടത്. സ്വല്പം അലസത വിചാരിച്ചതിലല്ലേ അങ്ങനെ നടന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ മത്സരത്തിനിടയിൽ? അതുപോലെ നമ്മുടെ മിന്നുവും ചിന്നുവും അവരുടെ കൂട്ടുകാരനായ മിച്ചുവിൻ്റെ പൂച്ചയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി പോകാൻ തീരുമാനിച്ചു. അവർ രണ്ടും വലിയ കൂട്ടുകാരാണ് കേട്ടോ. കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. ഒരു ദിവസം പൂച്ചമ്മയുടെ ഹാപ്പി ബർത്ത്ഡേക്ക് പോകുന്നതിനായി അവർ ഇറങ്ങി. കുറേ ദൂരം നടക്കാനുണ്ട്. നമ്മുടെ മിന്നു ആമയ്ക്ക് വേഗം നടക്കാൻ പറ്റില്ലല്ലോ. ചക്കി പറഞ്ഞു, നമ്മളിങ്ങനെ നടന്നാൽ അവിടെ എത്തുമ്പോൾ ആഘോഷമെല്ലാം കഴിയും. അതുകൊണ്ട് ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടക്കാം. നിനക്കെന്നെ എടുക്കാൻ പറ്റുമോ കൂട്ടുകാരാ? നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിന്നുവിനെ എടുത്ത് തോളിലിരുത്തി വേഗത്തിൽ ഓടാൻ തുടങ്ങി. ആമയ്ക്കും നല്ല രസം തോന്നി. കുറേ ദൂരം വേഗത്തിലെത്തി. അപ്പോഴതാ മറ്റൊരു പ്രശ്നം. എന്താ? ഒരു പുഴ കടന്ന് വേണം പൂച്ചമ്മയുടെ വീട്ടിൽ പോകാൻ. നമ്മുടെ ചക്കിക്ക് പുഴ കടക്കാൻ പറ്റുമോ? ഇല്ല. അവൾ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടോ? മിന്നു താഴെ ഇറങ്ങിയിട്ട് പുഴയിലേക്ക് ഒറ്റ ചാട്ടം. എന്നിട്ട് ചക്കിയോട് പറഞ്ഞു, നീ എൻ്റെ പുറത്ത് കയറിക്കൊള്ളൂ. അവൻ നേരെ ആമയുടെ പുറത്ത് കയറി അനങ്ങാതിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ എന്താ രസം! രണ്ട് കൈയും ഇങ്ങനെ വിശാലമായി നീട്ടി ആസ്വദിച്ച് മുയലമ്മാവനും പോയി ഇരുന്നു. മുയലിനെയും പുറത്തിരുത്തി നീന്താൻ തുടങ്ങി. അങ്ങനെ അവർ വേഗം അക്കരെ എത്തി. കൃത്യസമയത്ത് തന്നെ അവർ പൂച്ചമ്മയുടെ വീട്ടിലെത്തി. എന്നിട്ട് കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ നന്നായി ആഘോഷിച്ചു. പൂച്ചയ്ക്കും സന്തോഷമായി. അവർ പരസ്പരം സഹായിച്ചത് കണ്ടോ? അതുപോലെ കൂട്ടുകാരായ നമ്മളും തമ്മിൽ സഹായിക്കണമെന്ന് എല്ലാവരും അവിടെ കൂടിയ എല്ലാവർക്കും മനസ്സിലായി. നല്ല കഥയല്ലേ? അമ്മൂമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ? എങ്കിൽ കണ്ണടച്ച് എല്ലാവരും സുഖമായി ഉറങ്ങിക്കോളൂ. ടാറ്റാ, ഗുഡ് നൈറ്റ്.